വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഷിത്തിമിൽ നിന്നും പുറപ്പെട്ട് ജോർദാൻ കരയിലെത്തി അവിടെ കൂടാരമടിച്ചു. അവരുടെ യാത്രയിൽ വാഗ്ദാന പേടകമെടുത്ത് പുരോഹിതന്മാർ ജനങ്ങൾക്ക് മുമ്പേ നീങ്ങിയിരുന്നു. ജോഷുവ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തുവന്ന ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. അവൻ തുടർന്നു, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നും കാനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരീസ്യർ, ഗിർഗാഷ്യർ, അമോര്യർ, ജബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും. ജോഷുവ 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതരുടെ പാദങ്ങൾ ജോർദാൻ നദിയിലെ വെള്ളം സ്പർശിച്ച നിമിഷം വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. സാരെദാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു. പുറകിലുള്ള മുഴുവൻ ഇസ്രായേൽ ജനത വരണ്ട ഭാഗമായി മാറിയ നിലത്തിലൂടെ മറുകരയിൽ എത്തുന്നതുവരെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതർ ജോർദാൻ നദിയിൽ നിന്നും മുന്നോട്ട് പോയില്ല. ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുമ്പേ കടന്നു. ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ ജോഷുവയുടെ നിർദ്ദേശപ്രകാരം 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് 12 നേതാക്കളെ തിരഞ്ഞെടുക്കുകയും ജോർദാന്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിടത്തു നിന്ന് 12 കല്ലുകളെടുത്ത് ജോഷുവ അവർ താവളമെടുക്കുന്നിടത്ത് സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി കരയിൽ കാൽകുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കരകവിഞ്ഞു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.